Good evening to all. Assalamu alaikum warahmatullahi wabarakatuh. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. വൺസ് ഇൻ എ വീക്ക് അല്ലതല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മൾ അതിനുള്ള പ്രോഗ്രാം ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ എനിക്ക് പുതിയൊരു ജോലി കിട്ടിയത് കാരണം EFT തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും അത് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ക്ലാസ്സുകളും ഞാൻ മാത്രമായിരിക്കില്ല എടുക്കുക. പിന്നെ നമ്മൾ അതിനെ കുറിച്ചുള്ളൊരു ആലോചനയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു വിഷയമാണ് അല്ലെ? സെൽഫ് റിയലൈസേഷൻ. നമ്മളെ ഒന്ന് തിരിച്ചറിയാം. മറ്റു പലരെയും നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മക്കളെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം, ഭർത്താവിനെ കുറിച്ച് അറിയാം, ഉമ്മയെ കുറിച്ച്, വാപ്പയെ കുറിച്ച്, അതുമാതിരി തന്നെ ഭർത്താവിന്റെ അച്ഛനമ്മമാരെ കുറിച്ചൊക്കെ നമുക്ക് നന്നായി അറിയാം. അവരുടെ സ്വഭാവം, അവരുടെ കഴിവുകളെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മെ കുറിച്ച് പലപ്പോഴും അറിയുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോവാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ്സിലൂടെ പറയുമ്പോ അതെന്താണ് പരാജയപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ക്രമേണ മനസ്സിലാവും. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പെണ്ണും പേപ്പറും എടുത്തിട്ട് 2 കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കണം. ഒന്നാമത്, എന്നിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതായത് എൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. രണ്ടാമത്, ഞാൻ മാറ്റിയെടുക്കേണ്ട എൻ്റെ നെഗറ്റീവ്സുകൾ എന്തൊക്കെയാണ്. ഇങ്ങനൊന്നും ആയാൽ പോരാ, കുറച്ചും കൂടി ഞാനൊന്ന് ഉഷാറാവാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്ന മേഖലകൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് അക്കമിട്ട് പോയിന്റായിട്ട് എഴുതി വെക്കുക. ഓക്കെ. അപ്പൊ അത് ക്രമേണ നിങ്ങൾ എഴുതി വെക്കുമ്പോ ഇപ്പൊ എല്ലാതും ഓർമ്മ ആയിക്കൊള്ളണമെന്നില്ല. ഇനി കുറച്ച് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വരിക. അപ്പൊ അത് നിങ്ങൾ ഒന്ന് അക്കമിട്ടിട്ട് ഒന്ന് എഴുതി വെക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മിലുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, നാം മാറ്റിയെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്നെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഡ്രസ്സ്, വീട്ടഡ്രസ്സ്, ഞാൻ എൻ്റെ തറവാട്ടില് പിന്നെ എൻ്റെ ഫാദറിന്റെ പേര്, മദറിന്റെ പേര്, എൻ്റെ വീട്ടുപേര്, നമ്മൾ സാധാരണ പാസ്പോർട്ടിലും ആധാറിലൊക്കെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മേൽവിലാസം, അതില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നാം എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അറിയാതെയും അറിഞ്ഞും ചില നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതേസമയം ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് നമുക്കുള്ള ക്വാളിറ്റീസ് പലപ്പോഴും നമുക്ക് തിരിച്ചറിയുന്നത്. അത് ചില ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴായിരിക്കും, ചില പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴായിരിക്കും, ചില മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴായിരിക്കും. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ട് ഉണ്ടാവുമ്പോഴായിരിക്കും എനിക്ക് ഇത്രയൊക്കെ അറിയായിരുന്നോ, എനിക്ക് ഇങ്ങനെയൊക്കെ കഴിവുണ്ടായിരുന്നോ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നോ, ഇത്ര നാളും ഞാൻ അത് മനസ്സിലാക്കിയില്ലല്ലോ, മറ്റൊരു ഇങ്ങനെയുള്ള ഒരു സംഭവം വേണ്ടി വന്നു. അതല്ലെങ്കിൽ ഒരാളായിട്ടുള്ള പരിചയം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവരിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മെ മനസ്സിലാക്കുന്നതൊക്കെ. പക്ഷെ ഞാൻ ക്ലാസ് എടുത്ത് വരുമ്പോൾ മറ്റുള്ളവർ നമുക്ക് നമ്മുടെ മാർക്ക് ഇടുക, ഇവാലുവേറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ മുമ്പ് നാം തന്നെയാണ് നമ്മെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് മാർക്ക് ഇടേണ്ടത്, ഇനി എവിടെയാണ് തിരുത്തേണ്ടതെന്ന് നാം മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് സ്വന്തം ആത്മാവിനോട്, സ്വന്തം മനസാക്ഷിയോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇനി ഈ ഒരു തിരിച്ചറിവില്ലെങ്കിൽ, നാം നമ്മെക്കുറിച്ച് തിരിച്ചറിവില്ലെങ്കിൽ, നമ്മുടെ ആ ഒരു അന്തസ്സിനെ കുറിച്ചും അഭിമാനത്തെ കുറിച്ചും ഔന്നിത്യത്തെ കുറിച്ചൊക്കെ നമ്മളെ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരുപാട് കഴിവുകളും ഒരുപാട് ഗുണങ്ങളും
അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തേണ്ടടുത്ത് ഒരുപാട് സംഗതികളും ചാൻസുകളും ഒക്കെ നമുക്ക് കൈവന്നിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതെയും നമ്മെ തിരിച്ചറിയാതെയും ഒക്കെ പോകുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ട്. എന്തൊക്കെയാണ് ആ നഷ്ടങ്ങൾ? ഒന്നാമത്തെന്ന് പറയുമ്പോൾ നമ്മൾ വിക്ടിംസ് ആവും ചില സമയത്ത്. എന്ന് വെച്ചാൽ ഇരകളായി മാറുന്നത് അധികവും നാം എന്താണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് നമ്മുടെ അന്തസ്സ്, നമ്മുടെ അഭിമാനം, അതുപോലെ തന്നെ നമ്മുടെ കഴിവുകള്, അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് പടച്ച തമ്പുരാൻ നൽകിക്കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചിട്ടുള്ളത്. ആ ഒരു അവയർനെസ്, ആ ഒരു ബോധം നമുക്കില്ലാതാവുമ്പോൾ, ആ ഒരു തിരിച്ചറിവ് നമുക്കില്ലാതാവുമ്പോൾ നാം പലരുടെയും അടിമകളായി. പലരും നമ്മുടെ മേൽ കുതിര കയറാൻ വരും. അപ്പോഴൊക്കെ നമ്മൾ ഓച്ചാനിച്ച് പേടിച്ച് ഒരു പ്രതികരണവും ഇല്ലാതെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ട് അവർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും, അങ്ങനെയാണല്ലോ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാളെ നന്നാവാൻ സമ്മതിക്കില്ല. ഒരാൾ നന്നാവണം എന്ന് തീരുമാനിച്ച് ഇനി പഴയ കാലത്തുള്ള ദുശീലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി പിന്നെ നല്ല സ്വഭാവത്തിലേക്ക് ഒന്ന് തിരിച്ചു വരണം, കൂടൊന്ന് മാറണം എന്നുള്ള നമ്മള് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങള്, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, വരുമ്പോഴായിരിക്കും ചിലപ്പോ നമ്മളെ ഫ്രണ്ട്സുകളോ വീട്ടുകാരോ ഇപ്പൊ നല്ല പുണ്യാളനായിട്ടുണ്ടല്ലോ, അതല്ലെങ്കിൽ എന്ത് തോന്നി ഇങ്ങനെയൊക്കെ സംസാരിക്കാന്, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്ത് തോന്നി, നന്നാവാൻ തന്നെ തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ നന്നാവാൻ വിചാരിച്ച ആളെ ഒന്ന് പരിഹസിച്ചു വിടും. അപ്പൊ എന്താവും? ഏതായാലും ഞാൻ നന്നായത് അംഗീകരിക്കാൻ ഇവര് തയ്യാറല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വീട്ടുകാര്, കുട്ടികളൊക്കെ നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പേരൻസ് അതിനെ ഇങ്ങനെയുള്ള ഒരു അർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ വാശി വരും കുട്ടികൾക്ക്. അതുപോലെ തന്നെയാണ് വലിയ ആളുകൾക്കും. എന്താണ് പിന്നെ ഞാൻ നന്നാവാൻ തീരുമാനിച്ച അവര് സമ്മതിക്കില്ലെങ്കിൽ പിന്നെ പഴയ പോലെ തന്നെ എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. അപ്പൊ അതാണ്, അതും നമ്മളൊരു വിക്ടിമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഷേക്സ്പിയർ പറഞ്ഞ മാതിരി ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഒരു സ്റ്റേജ് ആണ്. അതില് അഭിനയിക്കുന്ന ആളുകളാണ് നമ്മൾ എന്ന് ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും അഭിനയിക്കേണ്ടി വരും. നമ്മുടെ ഫേക്ക് ആയിട്ടുള്ള നമ്മളെ ആ ഒരു സെൽഫ് നമ്മളെ ട്രൂ സെൽഫ് എന്ന് പറയും. അത് നമ്മുടെ യഥാർത്ഥമായ ഒരു വ്യക്തിത്വത്തെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു മുഖം മൂടി എടുത്ത് അണിയേണ്ട ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നാം ജെന്യൂൺ ആയിട്ടുള്ള നമ്മെ നമ്മൾ മനസ്സിലാക്കാതെ, ഞാൻ ശരിക്കും എന്താണ്, ശരിയായിട്ടുള്ള ഞാൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ട് വേഷം കെട്ടി ആടുന്നതാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അവർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും, ഞാൻ ഇനി നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, ഞാൻ ഇന്നത് പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താല്, ഞാൻ പഠിച്ചാല്, ഞാൻ എൻ്റെ കഴിവുകൾ പുറത്തെടുത്ത് ഞാൻ എഴുതിയാല്, ഇങ്ങനെയൊക്കെ നമ്മള് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഏർപ്പാട്. അപ്പൊ അവർക്ക് എന്ത് തോന്നിട്ട് നമ്മൾ എന്താണ്, എവിടെ പോകുമ്പോഴും ഒരു സൊസൈറ്റിയിൽ ഒരു ഫംഗ്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് വേറൊരു മുഖം മൂടിയായിരിക്കും, വീട്ടിനകത്ത് വേറൊരു മുഖം മൂടിയായിരിക്കും, ഫ്രണ്ട്സിന്റെ ഇടയിൽ അതുപോലെ മറ്റൊന്നായിരിക്കും നമ്മുടെ മുഖം, ജോലി സ്ഥലത്ത് മറ്റൊരു രീതിയിലായിരിക്കും നമ്മുടെ പെരുമാറ്റവും മുഖം. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം നമ്മെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരു മുഖം മൂടി നമ്മൾ എടുത്തിടുന്നത്. അപ്പൊ അത് പലപ്പോഴും നാം അല്ലാത്തൊരവസ്ഥയിൽ എന്താണ്, മറ്റുള്ളവരുടെ അടിമകളായി തീരുന്ന ഒരവസ്ഥ, ആർക്കും എന്തും പറയാം, നമ്മൾ ഇരകളായി തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഓക്കെ, അപ്പം പിന്നെ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാന് നമ്മൾ എന്താണ് വേണ്ടത്, നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് നമുക്കൊരു നഷ്ടമാണ്. നമ്മളെ വിക്ടിം ആവുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു പിന്നെ ഒരു പരിഹാസ്യ പാത്രമാവുക എന്നൊക്കെ പറയുന്നത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തില് നമുക്ക് നഷ്ടമാണ്, നമ്മളെ ഇരകളാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലാക്ക് ഓഫ് ഇന്നർ പീസ്, നമ്മുടെ ഉള്ളിലുള്ള മനസ്സമാധാനം എന്ന് പറയുന്നത് നഷ്ടപ്പെടും. മനുഷ്യൻ ജീവിക്കുന്നത് സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. കാരണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നാം നമ്മുടെ സന്തോഷം അങ്ങോട്ട് ബലി നൽകും.
അതെ, നമുക്കും സന്തോഷിക്കണം, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും നമ്മൾ സന്തോഷിപ്പിക്കണം. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ദുഃഖം ഏറ്റുവാങ്ങേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ അവിടെ അടിയറവ് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എന്താണ്, അത് ക്രമേണ നമ്മുടെ മനസ്സിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ സമാധാനത്തെ ഇല്ലാതെയാക്കും. അപ്പൊ എന്താണ്, നമ്മൾക്ക് ആ ഒരു ഇന്നർ പീസ് എന്ന് പറയുന്ന ഉള്ളിലെ സമാധാനം നമുക്ക് നഷ്ടപ്പെടും. പിന്നെ മാത്രമല്ല, പിന്നെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വരും. അത് ദേഷ്യമായിക്കോട്ടെ, പേടിയായിക്കോട്ടെ. അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് തോന്നുന്ന ചില അസൂയകളുണ്ട്. അസൂയൊക്കെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മളുടെ കഴിവുകള്, നമ്മൾ മറ്റൊരാൾക്കുള്ള കഴിവും മറ്റൊരാൾക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മേക്കാൾ മികച്ച അവർ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ്, എനിക്കില്ലാത്തൊരു കഴിവ് അല്ലെങ്കിൽ എനിക്കില്ലാത്ത എന്തോ ഒന്ന് അവനക്ക് ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ അതില്ലാത്തതിന്റെ പേരില് നമുക്ക് പലപ്പോഴും മനസ്സിൽ അസൂയ വരും. അതേസമയം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരതില്ലെങ്കിൽ എനിക്കിതുണ്ടല്ലോ എന്നുള്ളൊരു സമവായത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ അതിന്റെ ഒന്നും ആവശ്യമല്ല. അപ്പൊ എന്താണ്, നമ്മളെ തിരിച്ചറിയാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് പിന്നെ ഈ അസൂയവും അതുമാതിരി തന്നെ കാരണമില്ലാതെ ധൈര്യക്കുറവ് എന്നൊക്കെ നമ്മൾ പറയും. നാലാളോട് സംസാരിക്കാൻ നമുക്ക് ധൈര്യമല്ല. അതുമാതിരി തന്നെ എന്തെങ്കിലും കാണുമ്പോഴത്തേനും പെട്ടെന്ന് ദേഷ്യം വരികയാണ്. ഈ ദേഷ്യം വരുന്നതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മളെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് ഇതൊക്കെ നമ്മുടെ ഇമോഷൻസിനൊക്കെ നമുക്ക് ഒരു ലെവൽ വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ദേഷ്യം വരുന്നത് സങ്കടത്തിൽ നിന്നായിരിക്കാം, നിരാശയിൽ നിന്നായിരിക്കാം. അതൊക്കെ എന്തുകൊണ്ടാണ്, നമ്മളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം, ആ തിരിച്ചറിവും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന. അവസാനം എന്താണ്, അതൊരു മെന്റൽ ഡിസ്ട്രെസ്സിലേക്ക് എത്തിപ്പെടും. അത് ഒരു സമാധാനം ഇല്ല, സന്തോഷം ഇല്ലാത്തൊരു ജീവിതം പിന്നെന്തായിരുന്നാലും ഉള്ള മെന്റൽ പ്രോബ്ലംസിലേക്കാണ്. അതുമൂലം കുടുംബം മൊത്തം ഈ സമാധാനം ഇല്ലാത്തൊരവസ്ഥ, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് അത് നയിച്ചു കൊണ്ടുപോവുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ പിന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നാം നമ്മുടെ ഒപ്പീനിയനൊക്കെ രൂപപ്പെടുത്തുന്നത്. മറ്റുള്ളവർ എന്ത് പറയുന്നു, എനിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാ, മറ്റുള്ളവർ എന്ത് തീരുമാനിക്കുന്നു അത് പ്രകാരമാണ് പോവാൻ നമ്മളൊരു പാവമായിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കുക. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ എന്താണ് വിദ്യാഭ്യാസം ചെയ്യേണ്ടതെന്ന് എനിക്ക് സ്വന്തമായിട്ട് അറിയില്ല. പിന്നെ ആരാണ് തീരുമാനിക്കുക? എന്റെ പേരൻസ് തീരുമാനിക്കും, എന്റെ ഫ്രണ്ട്സ് തീരുമാനിക്കും. അവസാനം അവര് തീരുമാനിച്ചത് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ എന്താണ് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു അവസ്ഥ. അതല്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റാത്തൊരു മേഖലയിലേക്കാണ് ഞാൻ ഇറങ്ങിയതല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു സമാധാനക്കുറവ്, നിരാശ, അവിടെ ഇട്ടെറിഞ്ഞ് പോരാനൊക്കെ തോന്നും. ചിലപ്പോൾ എന്താണ്, ജീവിതം വരെ വേണ്ട എന്നുള്ളൊരു തോന്നലിലേക്കൊക്കെ, എന്തിനാണ് ഈ ജീവിതം എന്നുള്ള തോന്നലിലേക്കൊക്കെ എത്തുന്നത് എന്താണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് മാർക്കിടേണ്ടത് മറ്റുള്ളവരാണ് എന്നുള്ള ചിന്ത. ഇപ്പൊ നമ്മൾ ഒരു സംഗതി ചെയ്തു, സംഗതി ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം ഒരു പരിധി വരെ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മുടെ ഗുണകാംക്ഷികളായ ആളുകൾ അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവർ സന്തോഷപൂർവ്വം നമുക്കത് തിരുത്തി തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് നമ്മുടെ ആ ഒരു പ്രോഗ്രസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമുക്ക് കുറച്ചും കൂടി പുരോഗതി അതിൽ വേണം, അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തണം എന്നുള്ളത് കൊണ്ടാണ് അവർ പറഞ്ഞു തരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കും. അതേസമയം വെറുതെ ഒരു പിന്നെ എല്ലാവരും ഒരു അഭിപ്രായമായിരിക്കില്ല പറയാ. അപ്പൊ നമ്മൾ എന്താവും, നമുക്ക് ആകെക്കൂടെ കൺഫ്യൂഷൻ ആവും, എന്താണ് ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിട്ട് നമുക്ക് സ്വന്തം ഒരു ഒപ്പീനിയൻ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മൾ ചെയ്തൊരു കാര്യം മറ്റുള്ളവർ മാർക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും അവിടെയും നമുക്ക് എന്താണ്, സമാധാനക്കുറവുണ്ടാവും. അപ്പൊ എന്താണ്, മറ്റുള്ളവരെ ഒരു പിന്നെ ഇവാലുവേഷൻ അതിനെ നോക്കാതെ നാം തന്നെയാണ് നമുക്ക് മാർക്കിടേണ്ടതും നമ്മുടെ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടതും ആരാണ്, നമ്മളാണ്. അപ്പൊ അങ്ങനെ ആ ഒരു പിന്നെ നമുക്ക് അതിന് കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ഒരു സംഗതിയും കൂടിയാണ് ഇതിനോട് ചേർത്ത് ഞാൻ പറയാണ്. അത് ചെയ്താൽ നീ അത് ചെയ്താൽ ശരിയാവില്ല, അത് ഇങ്ങനെ ആവണ്ടേന്ന് അങ്ങനെ ആവണ്ടേന്ന് പറഞ്ഞിട്ട് ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പാരന്റ്സ് കുട്ടികളോട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് മറ്റുള്ളവർ പറയണതിനനുസരിച്ച് അവർ നിൽക്കും. അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ അതിലൂടെ പിന്നെന്താണ്, നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ കഴിവുകൾ അങ്ങ് നഷ്ടപ്പെട്ടു. എല്ലാം മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് നോക്കാൻ കഴിയില്ല, നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കാൻ കഴിയില്ല, അതിനെ തേച്ചു മിനുക്കി ഉയർത്തി കൊണ്ടുവരാനും നമുക്ക് സാധിക്കില്ല. അവസാനം എന്താണ്, ഈ ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ നമ്മുടെ കഴിവുകളെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വലിയൊരു സത്യം എന്നുള്ളത് ഇത് നമുക്ക് പിന്നെ സ്വയം തിരിച്ചറിവില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ ആ ഒരു പിന്നെ സ്പിരിച്വൽ കണക്ഷനാണ്. അത് ഡിസ്കണക്ട് ആയി പോകും. അതായത് നമ്മെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ് അല്ലെ, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഒരു മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഭൂമിയിൽ മറ്റു ജീവജാലങ്ങളിലേക്ക് നോക്കുമ്പോൾ, ആകാശത്തേക്ക് നോക്കുമ്പോൾ, പ്രപഞ്ചത്തിലേക്കൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് നമ്മെ കുറിച്ചുള്ള ഒരു മതിപ്പും നാം എത്ര കണ്ട് വാല്യുബിൾ ആണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് നമ്മൾ ആ ഒരു സ്പിരിച്വൽ കണക്ഷനാണ്. അതായത് നാം നമ്മെ അറിയുമ്പോഴാണ് നമ്മൾ സൃഷ്ടാവിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. അപ്പം എന്താണ്, നമ്മൾ ഈ ഒരു പിന്നെ സ്പിരിച്വാലിറ്റി ഡിസ്കണക്ട് ആയി പോവും. നമ്മെ കുറിച്ച് നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതുമാതിരി തന്നെ നമുക്ക് പിന്നെ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്തിനെ കുറിച്ചും ഏതിനെ കുറിച്ചും ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുക, അതല്ലെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചും കൂടി ദീർഘവീക്ഷണം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ബന്ധങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു നിലവാരത്തിനനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ബന്ധങ്ങൾ ചൂസ് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല, നമ്മെ സ്വയം തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ. പിന്നെ ഇനി നമുക്ക് ഇതിനുള്ള അതിന്റെ ബെനിഫിറ്റുകൾ, നമ്മൾ നമ്മെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇമോഷണൽ ബാലൻസ്. നേരത്തെ പറഞ്ഞു, നമുക്ക് ഇമോഷണൽ ആയിട്ട് നമുക്ക് ഒരുപാട് പിന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെയുള്ള പക്ഷെ ഇങ്ങനെ ഒരു നമുക്കൊരു തിരിച്ചറിവുണ്ടായത് ഒരു സെൽഫ് അവയർനെസ്, അതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. സ്വന്തത്തെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണെന്ന് എഴുതി വെക്കാണ്. നിങ്ങൾ മാറ്റിയെടുക്കേണ്ട നെഗറ്റീവ്സുകൾ എന്തൊക്കെയാണ്, ഒന്നും കൂടെ തേച്ചു മിനുക്കി പിന്നെ ശരിയാക്കി എടുക്കണം എന്നുള്ള സ്വഭാവങ്ങളും ശീലങ്ങളും ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമുക്ക് അതിലുണ്ടാവും ഞാൻ കുറച്ച് ധൈര്യമുള്ള ആളാണ്, അതല്ലെങ്കിൽ എനിക്ക് പിന്നെ എൻ്റെ മുന്നിൽ വരുന്ന, എൻ്റെ ലൈഫിൽ വരുന്ന ചാലഞ്ചസ് അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി, അതിനൊന്ന് പ്രതിരോധിച്ച് നിർത്തുവാനുള്ള ഒരു ശേഷി എനിക്കുണ്ട് എന്ന് നമ്മൾ പിന്നെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ്, ഇമോഷണൽ ആയിട്ട് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ. പിന്നെ രണ്ടാമത്തത്, നമുക്ക് അതിലൂടെ നമ്മൾ വല്ലാതെ പൊട്ടിത്തെറിക്കുന്ന ആളുകള്, അതുപോലെ തന്നെ പിന്നെ എന്തു പറഞ്ഞാലും തൊട്ടാവാടിയനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ആയിട്ടൊന്നും പിന്നെ ഉള്ളൊരു റിലേഷൻഷിപ്പിന് ആളുകൾ ഇഷ്ടപ്പെടില്ല. അപ്പൊ എന്താവും, അവിടെയൊക്കെ നമ്മൾ സ്റ്റേബിൾ ആവുമ്പോ, ധൈര്യമുണ്ടെന്ന് കാണുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. കൂടുതൽ പുതിയ പുതിയ റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും ഉള്ളത് ആരോഗ്യകരമായ രീതിയിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാനും അത് നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ധൈര്യവും നമ്മുടെ ആത്മാവിലുള്ള സമാധാനവും ഇതൊക്കെ കാണുമ്പോൾ
ആളുകൾ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പോലും സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുവാനും, അവരെ ഇമോഷണലി വീക്കായിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇമോഷണൽ ബാലൻസ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു പിന്നെ ഊഷ്മളത കൊണ്ടൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഒക്കെ എന്ന് വെച്ചാൽ അതിന്റെ ഒക്കെ ഒരു അൾട്ടിമേറ്റ് സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവും എന്നുള്ളതാണ്. അതുമാതിരി തന്നെ നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുവാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും. നമ്മള് ചെറുതല്ല, ഞാൻ ഇങ്ങനെയൊന്നും ആവേണ്ട ആളല്ല, കുറച്ചും കൂടിയൊക്കെ എനിക്ക് കഴിവുകൾ പടച്ച തമ്പുരാൻ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഗോളുകളാണ് ഞാൻ സെറ്റ് ചെയ്യേണ്ടത്. എന്റെ കഴിവിനനുസരിച്ച് ഇതൊന്നും ഞാൻ ചെയ്താൽ പോരാ എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടുവാൻ നമുക്ക് സാധിക്കും, നമ്മളെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യും, നമ്മൾ ആ ഒരു ഗ്രേറ്റ്നെസ്സിലേക്ക്, നമ്മുടെ ഒരു മഹാത്മ്യ ഔന്നിത്യമായ എല്ലാ നിലക്കും ഉയർന്നു നിൽക്കുന്ന ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള നമുക്ക് ക്രിയേറ്റിവിറ്റി ഒക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരാനും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. അതുമാതിരി തന്നെ പിന്നെ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത്, അതായത് പിന്നെ നമുക്കൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന ചില വാല്യൂസ് ഉണ്ട് അല്ലെ, മൂല്യങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ ധാർമ്മികതയൊക്കെ മുറുകെ പിടിച്ചു പോകുന്ന ആളുകളാണ് നമ്മെല്ലാവരും. അപ്പം പിന്നെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അത് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചുറ്റും എന്ത് നടന്നാലും അതിലേക്കൊന്നും നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോവാതെ നമ്മൾ വിശ്വസിച്ച മൂല്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള ഒരു കരുത്ത്, ഒരു മനക്കരുത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ അവർക്ക് എന്ത് തോന്നും, അവര് പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ, അല്ലാതല്ലെങ്കിൽ അവരുടെ കൂട്ടം പലപ്പോഴും ആളുകൾ വഴിതെറ്റി പോകുന്നത് ഫ്രണ്ട്സുകൾ അല്ലെ, ഫ്രണ്ട്സുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സുകൾ വിളിച്ചു ഇനി പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിൽ അവരുണ്ടാവില്ല, അവരെന്നെ ഒഴിവാക്കും, ഇനി ഒന്നിനും അവർ വിളിക്കില്ല എന്നൊക്കെ ഒരു ദുർബല നിമിഷത്തിൽ അതല്ലെങ്കിൽ ദുർബല മനസ്സുകളൊക്കെ ആയിക്കഴിഞ്ഞാലാണ് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. അതേസമയം നമ്മൾ അംഗീകരിക്കുന്ന ചില വാല്യൂസ്, ചില മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ എന്ത് വന്നാലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് എന്ത് പിന്നെ പ്രേരണകൾ വന്നാലും, അതുപോലെ തന്നെ നമ്മുടെ മുന്നില് എന്ത് തന്നെ വെള്ളപ്പാച്ചിൽ വന്നാൽ പോലും എന്ന് വെച്ചാൽ മറ്റേ വേരാഴ്ത്തി നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആ ഒരു ധാർമ്മിക ചിന്തയൊക്കെ വേരാഴ്ത്തി മനസ്സിലേക്ക് വേരാഴ്ത്തി നിന്ന് അതിനോട് പൊരുതുവാനും അതിനെ മുറുകെ പിടിക്കുവാനും അതിന്റെ ആ വാല്യൂസ് മുറുകെ പിടിക്കുവാനും ഒക്കെ ഉള്ള ഒരു പിന്നെ സ്പിരിച്വൽ സ്വഭാവം, ഒരു മനക്കരുത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾക്കൊരു സെൽഫ് ഇവാലുവേഷൻ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സെൽഫ് അവയർനെസ്, ഞാൻ അതിലൊന്നും പോയിട്ട് വില കുറഞ്ഞ ആളല്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ട്, അപ്പൊ എന്റെ വാല്യൂസ് എവിടെ ഞാൻ കളഞ്ഞു കുളിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരോട് ആളുകൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. അതല്ലാതെ നമ്മള് ഒരു കൂട്ടരെടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് നിങ്ങളെ പോലെയാണ് പിന്നെ എന്ന് പറഞ്ഞ് അവരെ കൂടും, ഇപ്പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടും ചായും. അവസരത്തിനൊത്ത് തരം മാറുന്ന ഓന്തിനെ പോലെ തരം മാറുന്ന ആളുകളോട് ആർക്കും അത്ര വലിയ റെസ്പെക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവര് പിന്നെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യൂല. അവര് ഓന്തിനെ പോലെ നിറം മാറുന്നവരാണ്. അവിടെയും പറയും ഇവിടെയും പറയും നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവരെ ഞാൻ നല്ലതാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അവരെ കുറ്റം ഇവിടെ വന്ന് പറയും, ഇവരെ കുറ്റം അവിടെ വന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്തൊരു സ്വഭാവമുള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം അങ്ങനത്തെവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളും അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മോടും മറ്റുള്ളവർക്കുള്ള മനോഭാവം അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അതേസമയം നമ്മുടെ ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള സ്വഭാവത്തില് ആ മൂല്യത്തിലൊക്കെ ഉറച്ചു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മോട് മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൂടുകയാണ് ചെയ്യുള്ളൂ. അതുമാതിരി തന്നെ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻസൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഉൾക്കാഴ്ച നമുക്ക് നമ്മളെ ഒരു പ്രകൃതത്തിൽ ഉള്ളത് തന്നെ നമുക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ സെൽഫ് അവയർനെസ് ഞാൻ പിന്നെ പറഞ്ഞു കഴിഞ്ഞു. സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ അതിൽ പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
നമ്മുടെ ക്വാളിറ്റീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കല്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കല്, അതുപോലെ തന്നെ നമ്മളെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കല്. സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അഥവാ നമുക്ക് എന്തെങ്കിലും വീക്ക്നെസ്, നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക എവിടുക്കാന്നറിയോ? എനിക്കൊന്നിനും കഴിയില്ല എന്നുള്ള ആ ഒരു വീക്ക്നെസ്സിലേക്കാണ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളെ പിന്നെ മുന്നോട്ടുള്ള വളർച്ചയെ തടയുന്ന ചിന്തകളും പ്രവൃത്തികളും ഒക്കെയാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ എല്ലാവരും ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. അതിലേക്കല്ല, കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ സ്ട്രെങ്ത്തിലേക്കാണ്, നമ്മുടെ ക്വാളിറ്റീസിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഒരുപാട് എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 20, 25, ഒരു 30 ക്വാളിറ്റീസും അതുമാതിരി തന്നെ നമ്മളെ സ്ട്രെങ്ത് ഒക്കെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ വീക്ക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. 5ഓ 6ഓ ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. അത് പക്ഷെ നമ്മുടെ ഈ ഒരു ക്വാളിറ്റി കൊണ്ട് അതിനെ ഓവർകം ചെയ്യാനും നമുക്ക് തന്നെ സാധിക്കും എന്നുള്ളതാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ഇനി കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു എക്സ്പെർട്ടേഴ്സിന്റെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ഒരു വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും നമുക്ക് എത്തിപ്പെടുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ മാത്രല്ല പിന്നെ എന്താണ്, നമുക്ക് ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സംഗതി, അതുപോലെ തന്നെ പിന്നെ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു ലക്ഷ്യവും ഒരു ബോധവും ഇല്ലാതെ രാവിലെ ആവുന്നു, വൈകുന്നേരം ആവുന്നു, അതിലിടക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോകേണ്ടവർ ജോലിക്ക് പോയി വരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതിലിടക്ക് വല്ല എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വീക്കെൻഡില് അതിന് പോകുന്നു എന്നതിൽ ആ ഒരു റൊട്ടേഷൻ അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇതങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി, ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇത്രയൊക്കെ അറിവ് സമ്പാദിച്ചാൽ മതി, ഞാൻ ഇത്രയൊക്കെ പഠിച്ചാൽ അത്രയൊക്കെ മതി എന്ന് നമ്മെ കുറിച്ച് നമ്മളാണ് ചിന്തിച്ചു വെക്കും. അപ്പൊ എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെയാവും. അതേസമയം നമുക്ക് നമ്മെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, നമുക്കൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക്, അത് കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും എത്തുമെന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും സംതൃപ്തിയും. സംതൃപ്തി ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ അത് പോരാ ഇത് പോരാ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മോട് തന്നെ ഒരു സ്നേഹം, ഒരു സെൽഫ് ലവ്, നമ്മോട് തന്നെ ഒരു സ്നേഹം തോന്നുന്ന ഒരു അവസ്ഥയിലോട്ടും നമ്മൾ എത്തിപ്പെടും. നമ്മൾ മറ്റു പലരെ സ്നേഹിക്കും, പക്ഷെ സ്വന്തത്തെ സ്നേഹിക്കാൻ മറന്നുപോകും. സ്വന്തത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നറിയില്ല. അപ്പം പിന്നെ അത് നമ്മളിവിടെ കഴിഞ്ഞ ഒരു ക്ലാസ്സിലൊക്കെ പിന്നെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നാം സ്വന്തത്തെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പൊ സ്വന്തത്തോടെ ഒരു സ്നേഹമൊക്കെ തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ മറ്റുള്ളവർ പറയുന്ന ചെയ്യുമ്പോ പണ്ടത്തെ മാരൊന്നല്ല, അങ്ങനെ പറയുന്നവരുണ്ട്, കുറച്ചും കൂടി ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മെ എൻകറേജ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ ആ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായമൊക്കെ നമുക്ക് സ്വീകരിക്കാം. എന്ന് വെച്ച് അവര് പറയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ മനസ്സ് പിന്നെ പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് തന്നെ നമ്മെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ മറ്റുള്ളവരെ കൂടിയല്ല കമ്പയർ ചെയ്യേണ്ടത്, നാം നമ്മെ കുറിച്ച് തന്നെ, ഇന്നലത്തെ നമ്മെ കുറിച്ചാണ് ഇന്ന് നാം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നാളെ നാം എന്തായി തീരേണ്ടതെന്ന് ഇന്ന് നമ്മൾ പിന്നെ പ്രോഗ്രാം ചെയ്തു വെക്കണം. അതുപോലെ തന്നെ നമുക്കൊരു സെൻസ് ഓഫ് എംപവർമെന്റ്, നമുക്ക് ഒരു എംപവർമെന്റിന്റെ ഒരു സെൻസ്, ഒരു ബോധം ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടി ഞാൻ ശക്തയാണ്, ഞാൻ കരുത്തുള്ളവളാണ്, ഞാൻ പിന്നെ ഇമോഷണലി ഞാൻ കുറച്ചും കൂടി ഉഷാറാണ് എന്നുള്ള ആ ഒരു എംപവർമെന്റ്, എന്തെങ്കിലും ഒരു സ്ത്രീ എന്നുള്ള നിലക്കും ഒരമ്മ എന്നുള്ള നിലക്ക്, അതുമാതിരി തന്നെ ഒരു ഭാര്യ എന്നുള്ള നിലക്ക്, ഒരു സമൂഹ പ്രവർത്തക എന്നുള്ള നിലക്കും നമ്മൾ എന്തൊക്കെ മേഖലകളിലാണോ നമ്മൾ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ആ മേഖലകളിലൊക്കെ നമുക്ക് നമ്മുടെ കഴിവും ശക്തിയും തെളിയിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് കൈവരും എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് നമുക്ക് നഷ്ടങ്ങളുണ്ട്. നമുക്ക് നേട്ടങ്ങൾ മാത്രമല്ല, നമുക്ക് സ്വന്തത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കോട്ടങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് സ്വന്തത്തെ ഇനി എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഇത് ക്ലിയർ ആവുന്നില്ലേ? അവിടുത്തെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ഇവിടെ വൈഫൈ ഫുൾ സ്പീഡിലാണുള്ളത്, ഫുൾ റേഞ്ചിലാണുള്ളത് കേട്ടോ.
ഓക്കെ, ഇനി അതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താം. കുറച്ച് സൊല്യൂഷനാണ്. ഇപ്പൊ നമുക്കിത് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ടൊന്നും ഇത് ഒരുപാട് പറയാൻ പറ്റില്ല. നാം നമ്മെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. നാം ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരാത്തൊരു ടോപ്പിക്കാണ് നാം നമ്മെ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത്. അപ്പൊ അതിലെ കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്സുകൾ നമുക്ക് പിന്നെ ഒന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡിങ് യുവർ ട്രൂ സെൽഫ്. ശരിക്കും ഞാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഉത്തരങ്ങൾ കിട്ടും. ഞാൻ ഇന്നയാളാണ്, ഇന്ന കഴിവുകളൊക്കെ എനിക്കുണ്ട്, ഇന്ന ഗുണങ്ങളൊക്കെ എനിക്കുണ്ട്, ഇന്ന വീക്ക്നെസ് എനിക്കുണ്ട്, ഇന്ന സ്ട്രെങ്ത് എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പിന്നെ നമ്മളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുമാതിരി തന്നെ നമുക്ക് മാറ്റേണ്ട ചില സംഗതികളുണ്ട്. അതില് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്ന ഒരു സംഗതി. അത് മാറ്റി വെക്കാതെ നമുക്ക് നമ്മളെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈഗോ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഫേക്കായ നമ്മളെ, ജെന്യൂൻ ആയിട്ടുള്ള നമ്മെയാണ് നാം അംഗീകരിക്കേണ്ടത്. ഫേക്കായ നമ്മെ നമ്മൾ അംഗീകരിക്കണമെന്നില്ല. ഈഗോ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും പിഴവുകൾ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും അത് തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് പിഴവാണ്, നമ്മൾ ചെയ്തത് പറഞ്ഞത് തെറ്റാണ്, പക്ഷെ നമ്മൾ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യും. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം. ഞാനത് സമ്മതിച്ചു കഴിഞ്ഞാൽ എന്റെ വാല്യൂ നഷ്ടപ്പെടും, ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തിന് അത് ശരിയാവില്ല. അപ്പൊ എന്നെ കുറിച്ച് അവര് മോശമായിട്ട് ചിന്തിക്കും. ഞാന് പിന്നെ തിരുത്തലുകൾക്ക് അതീതമാണ് എന്ന് ഉള്ളൊരു ചിന്ത വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊക്കെ ഈഗോ എന്ന് പറയുന്ന ആ ഒരു സംഗതി കടന്നുകൂടുന്നത്. അപ്പൊ അതില്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് പിന്നെ നമ്മൾ എന്താ വേണ്ടത്? വിനയം, അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള എംപത്തറ്റിക് ആവുക, സിമ്പതിയും എംപതിയും ഇതൊക്കെ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്ഥാനത്ത് വെച്ചിട്ട് നമ്മളെ ഒന്ന് ചിന്തിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോ എന്താണ്, എല്ലാവരും പറയുന്നത് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി, എന്നാലും അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്. അങ്ങനെ ആ ഈഗോ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവായി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ട്രൂ സെൽഫ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഇന്നർ അവയർനെസ് ഉണ്ടാവുക. ഉള്ളിന്റെ ഉള്ളില് നമ്മെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അവബോധം എന്ന് പറയുമ്പോഴാണ് വിശാലമായ അർത്ഥത്തിലുള്ള ഒരു അവബോധമാണ്. അപ്പൊ അവിടെ എന്താണ്, നമ്മുടെ ഫീലിങ്സുകളെ കുറിച്ച്, നമുക്ക് ഏത് ഫീലിംഗ് ആണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് മുന്നിട്ട് നിൽക്കുന്നത്, നമ്മുടെ ഇമോഷൻസ് പിന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നമ്മുടെ ഇമോഷൻസ്, അതുപോലെ തന്നെ നമ്മളെ ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണോ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്, അതല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണോ? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവരെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, മറ്റുള്ളവർ പറയുന്നത്, അതുമാതിരി തന്നെ നാം കാണുന്ന സാഹചര്യങ്ങള്, നാം കാണുന്ന എന്ത് കാഴ്ചകളും നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, അതിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ അത് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആണോ നമ്മുടേതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണോ ചിന്തിക്കുന്നത്? നാം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടാണോ? അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് നേരാവൂല, അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ. എപ്പോഴും നമ്മൾ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മളത് തിരുത്തണം. നമ്മുടെ ഇന്നർ അവയർനെസ്സിലൂടെ നമ്മൾ തിരുത്തണം. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പൊ എന്താണ്, അവിടെ പിന്നെ നമുക്കൊരു പോസിറ്റീവ് ഒരു ക്വാളിറ്റി അവിടെ ജന്മം കൊള്ളുകയാണ്. എല്ലാവരെ കുറിച്ചും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ. അത് നമ്മളെ വീട്ടിലായിക്കോട്ടെ, നാട്ടിലായിക്കോട്ടെ, നമ്മൾ ബന്ധപ്പെടുന്ന ജോലി സ്ഥലത്തോ, നമ്മളെ മേഖലകളിലോ എവിടെയോ ആയിക്കോട്ടെ, എന്തിനേയും പോസിറ്റീവായിട്ട് കാണുവാനുള്ള ഒരു അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുമാതിരി തന്നെ പിന്നെ എക്സ്റ്റേണൽ വാലിഡേഷൻ, അതായത് മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ തൽക്കാലം ഒന്ന് ഫ്രീ ആവുക. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയും, മറ്റുള്ളവരെ ഞാൻ എന്ത് ബോധ്യപ്പെടുത്തും, അവർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും, ഇങ്ങനെയുള്ള തോന്നലുകൾ, അത്
ചിലപ്പോൾ ആവശ്യമില്ലാത്ത തോന്നലുകളായിരിക്കും. നമ്മുടെ വളർച്ചകളും നമ്മൾ ഉയർച്ചകളൊക്കെ പിന്നെ മുരടിപ്പിച്ച് കളയുന്ന തോന്നലുകളായിരിക്കാം. നമ്മളൊന്ന് നന്നാവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയും തടസ്സമാവുന്ന തോന്നലുകളായിരിക്കാം ഇതൊക്കെ. ഈ പിന്നെ മറ്റുള്ളവര് ഒപ്പീനിയൻ എടുക്കണം ആവശ്യത്തിന് മാത്രം. പക്ഷെ എല്ലാത്തിനും എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നിടത്തും അതുമാതിരി തന്നെ നമ്മുടെ വാല്യൂസ് നമ്മൾ കാത്തു സംരക്ഷിക്കുന്നിടത്തൊന്നും മറ്റുള്ളവരുടെ എന്ത് തോന്നും, അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച എന്തെങ്കിലും ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ടൂൾസ് ഒക്കെ നമ്മൾ ചിലപ്പോ പിന്നെ പല സ്വഭാവത്തിലും നമ്മള് പിന്നെ ഹിതകരമായ മാർഗത്തിലൂടെയൊക്കെ നമ്മൾ അതിനുള്ള ടൂൾസ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങള് അത് ഒരു വാല്യബിൾ ആണോ, അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, സമൂഹത്തിന് എന്തെങ്കിലും ബെനിഫിറ്റോ, എന്റെ കുടുംബത്തിന് എന്തെങ്കിലും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നമ്മൾക്ക് മനസ്സിൽ അത് പിന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ സ്വായത്തമാക്കാനും മറ്റുള്ളവര് എന്ത് തോന്നുമെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഈ തോന്നലുകളാണ് പലപ്പോഴും നമ്മുടെ ഈ പ്രതികരണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് നാം അല്ലാതായി മാറുന്നത്, നമ്മൾ വിക്ടിംസ് ഒക്കെ ആയി തീരുന്നത്. എന്തുകൊണ്ടാണ്? ഈ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ള ഈ ഒരു ഫേക്കായ മുഖംമൂടി എടുത്തിടുമ്പോൾ നമ്മൾ ഇരകളും അടിമകളും ഒക്കെ ആയി മാറും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? നമ്മൾ പടച്ചതമ്പുരാന്റെ മാത്രം അടിമകളാണ്, പടപ്പുകളുടെ അടിമയല്ല. ഈവൻ ഭാര്യ ആയിരുന്നാൽ പോലും ഭർത്താവിന്റെ അടിമയല്ല, ഇണയാണ്. അതുപോലെ തന്നെ മക്കള് മാതാപിതാക്കൾക്ക് അടിമകളല്ല, അവര് സൂക്ഷിപ്പ് മുതലുകളാണ്. അവർക്ക് ശിക്ഷണം കൊടുത്ത് നല്ല രീതിയിൽ വളർത്താനുള്ള ആ ഒരു പിന്നെ ചുമതലയാണ് മാതാപിതാക്കളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ ഒരിക്കലും അവരുടെ ചിന്തകൾക്ക് പോലും കടിഞ്ഞാണിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട്, അതായത് ഹയർ കോൺഷ്യസ്നെസ്സിനായിട്ട് ആ ഒരു കണക്ഷൻ, ആ ഒരു കണക്ഷൻ ഏത് നേരവും എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ എനിക്ക് അറിയണം. അത് ഞാൻ അറിഞ്ഞെങ്കിലാണ്, എന്നെ കുറിച്ച് അറിയുമ്പോഴാണ് ആ അറിവ് എന്റെ രക്ഷിതാവിലേക്ക് അല്ലെങ്കിൽ എന്റെ സൃഷ്ടാവിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അപ്പോഴാണ് എനിക്ക് എന്റെ സ്പിരിച്വാലിറ്റിയും ഇന്നർ പീസും ഒക്കെ എനിക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഉണ്ടാക്കിയെടുക്കുമ്പോ എന്താണ്? ഒരു വളരെ ഡീപ്പർ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ ആ ഒരു കണക്ഷൻ, ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊന്നും നമ്മുടെ മുന്നിൽ ഒരു വിഷയമല്ലാതായി മാറും. മറ്റൊരാളുടെ മുന്നിലും നമുക്ക് തല കുനിക്കേണ്ടി വരില്ല. മറ്റൊരാളുടെ മുന്നിൽ നമ്മൾ ഭീരുക്കളായിട്ട് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരായിട്ട് നിൽക്കേണ്ടി വരില്ല. അപ്പൊ അതെന്താണ്? നമ്മളെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുമ്പോ ആ ഒരു സംഗതിയിൽ കൂടെ സ്പിരിച്വാലിറ്റിയിൽ ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എൻ്റെ രക്ഷിതാവുമായിട്ടുള്ള കണക്ഷനിൽ ഞാൻ എവിടെ നിൽക്കുന്നു, അത് ഏത് മതത്തിലായാലും ദൈവം എന്നുള്ളൊരു ബോധം, എന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും വളരെയധികം സമാധാനവും സന്തോഷവും സംതൃപ്തിയും കൊണ്ടുവരുന്ന ഒരു ഘടകമാണ്. അത് നമ്മുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കാൻ കഴിവുള്ള അത്രയും കരുത്തുറ്റ ഒരു ചിന്തയാണത്. അപ്പൊ ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു കണക്ഷൻ നമുക്കുണ്ടാവും. അതുമാതിരി തന്നെ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ലിവിങ് ഇൻ ദ പ്രസന്റ് സെൽഫ് റിയലൈസേഷൻ എന്നുള്ളതാണ്. നമ്മൾ പ്രസന്റിൽ ജീവിക്കാം. പാസ്റ്റ് കഴിഞ്ഞു പോയി, പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് അയ്യോ ഞാനൊന്നും അങ്ങനെ ആയില്ലല്ലോ, ഇങ്ങനെ ആയില്ലല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ. ഇനി ഞങ്ങൾ എങ്ങനെയാവണം, ഞാൻ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മുടെ പ്രസന്റിലുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഈഗോ എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ട് പകരം അവിടെ ഹ്യൂമിലിറ്റി, അതായത് വിനയം, പിന്നെ അച്ചടക്കം, പിന്നെ അതുപോലെ തന്നെ എമ്പതി, ഇതൊക്കെ അതിന്റെ സ്ഥാനത്ത് നമ്മൾ പിന്നെ പുനഃപ്രതിഷ്ഠ നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മോടുള്ള സ്നേഹം അത് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യവും അതുപോലെ ഒരു സ്വപ്നങ്ങളില്ലാത്തവരാരും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ സ്വപ്നത്തിലേക്കും നമ്മുടെ ലക്ഷ്യത്തിലേക്കും എത്തിപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് നമ്മൾ ആരായുക, അറിവുള്ളവരോട്, അതല്ലെങ്കിൽ നമ്മൾ സ്വന്തം നിലക്കൊക്കെ ചിന്തിക്കുക. അങ്ങനെ നമ്മൾ നമ്മെ തന്നെ, നമ്മുടെ ഉള്ളിലുള്ള നമ്മെ കണ്ടെത്തുക എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും നമ്മെ കണ്ടെത്തുക.
എന്നുള്ളതാണ്. അതിൽ നമ്മളെ ചിന്തകൾ പെടും, നമുക്ക് നമ്മുടെ കാലിബർ, നമ്മുടെ സ്കില്ലുകൾ പെടും, അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ പെടും, നമ്മളെ ആറ്റിറ്റ്യൂഡ് പെടും, നമ്മളെ അറിവ്, നമ്മളെ നോളേജ്, അതെല്ലാം പെടും. അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ കൂട്ടിച്ചേർത്തതാണ് നമ്മുടെ ആത്മാവ്, നാം എന്ന് പറയുന്ന ആ സ്വത്വബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറ്റവും ഉയർന്ന രീതിയിൽ ചിന്തിക്കുവാനും അതുപോലെ തന്നെ ആരുടെയും മുന്നിൽ നമ്മളൊരു തലകുനിക്കാതെ വളരെ ധൈര്യത്തോടു കൂടിയിട്ടും ആത്മാഭിമാനത്തോടു കൂടിയിട്ടും നമുക്ക് നിൽക്കാൻ സാധിക്കും. മാത്രല്ല, നാം തന്നെ നമ്മളെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില മേഖലകളുണ്ട്. എനിക്കൊണ്ട് അത്രയൊക്കെ തന്നെ പറ്റുള്ളൂ, അതിൽ കൂടുതൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മെ ആവശ്യമില്ലാതെ അവിടെ അങ്ങനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പറ്റില്ല, കഴിയൂല എന്നുള്ള ആ ഒരു ചിന്തയില്. അപ്പൊ അതിനൊക്കെ നമുക്കൊന്ന് ഓവർകം ചെയ്തിട്ട് നമുക്ക് ആ ലിമിറ്റേഷനൊക്കെ, ആ അതിരുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് പറന്ന് നടക്കാൻ നമുക്ക് സാധിക്കും. നമ്മള് പരുന്തിന്റെ പിന്നെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേദനകളിൽ അത് രൂപമാറ്റം പ്രാപിക്കും എന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ കൊക്കിന് ഒരുപാട് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊക്ക് എടുത്ത് കളഞ്ഞ് മൂർച്ചക്കുട്ടും മലയുടെ മുകളിൽ ചെന്നിട്ട്. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ മറ്റു പക്ഷികളൊക്കെ മരത്തിന്റെ പൊത്തുകളിലും ഇലയുടെ ചോട്ടിലൊക്കെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടി ഇരുന്നാൽ പരുന്തെന്താ ചെയ്യാ? ആ മഴമേഘങ്ങളുടെയും മുകളിൽ അത് പറക്കും. അതാണ് പരുന്ത്. അപ്പൊ നമ്മുടെ ഉള്ളിലുണ്ട് അതുപോലുള്ള പരുന്തുകൾ, നമ്മുടെ പറക്കാനുള്ള പരുന്തുകൾ. അതല്ലാതെ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകുന്നത് പോലെ പിന്നെ മറ്റുള്ളവരെ റാഞ്ചാനുള്ള ആ ഒരു മെന്റാലിറ്റി അല്ലാതെ ഉയരത്തിൽ പറക്കാൻ ഉള്ള ഒരു പരുന്തുകളാവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരുപാട് സംഗതികൾ നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് കളയാൻ സാധിക്കും. ഡിറ്റാച്ച് ഫ്രം മെറ്റീരിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വേണ്ടാത്ത കുറെ ചിന്തകളെ കുറിച്ച് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് നമ്മളെ മനസ്സിന്റെ ഒരു ശുദ്ധി കലശം നടത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് നിരാശ ഉണ്ടാവില്ല, ഉത്കണ്ഠ ഉണ്ടാവില്ല, വിഷാദം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പേടി ഉണ്ടാവില്ല, ബന്ധനങ്ങളായിട്ട് മാറുന്ന ഒരു അവസ്ഥ വരില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് ഈ ഒരു സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനും പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ സംസാരിക്കാവുന്നതാണ്. ഇനി പേഴ്സണലായിട്ട് ഇപ്പൊ നമ്മൾ പേഴ്സണലായിട്ട് കൗൺസിലിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈനായിട്ട്. അത് മുന്നേ ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ നിങ്ങളുടെ അടുത്ത് പറയണം. രാത്രി 8:30 ശേഷം രാവിലെ 10:00 മുമ്പോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഞാനത് ഓഫ് ചെയ്യണം.